603. എന്താണ് എന്താണ് ഞങ്ങൾ കണക്കെഴുതുക. കണക്ക് രണ്ടാറ്റം മുട്ടില്ലേ? അത് ഒക്കെ ഈ ഫോണിൽ ആയതും കൊണ്ടില്ലേ. അപ്പോൾ അതന്നെ ആ പൈസ തന്നെ, നേരത്തെ പറഞ്ഞ പൈസ തന്നെ. എന്താ ഫോണിലായതും കൊണ്ടേ ഇതിൽ വരുന്ന മെസ്സേജിനും അതേപോലെ തന്നെ വീഡിയോ എടുക്കും ഒക്കെ പാടെ ചെയ്യുമ്പോൾ കണക്ക് പറയുമ്പോഴേ എത്ര റേറ്റ് പറയുമ്പോൾ നമുക്ക് ഇത്രയും കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് മനസ്സിക്കില്ലേ കണക്ക് വരില്ല. അപ്പം ആദ്യം അവിടെ വെച്ചിട്ട് പിന്നെ പോയിട്ട് ഓരോന്ന് പോയിട്ട് അതിൻ്റെ വില നോക്കണം അല്ലേ? അത് വേണം. ഇതൊക്കെ ചോദിക്കുന്നവർക്ക് മറുപടി കൊടുക്കണമെങ്കിൽ കാര്യങ്ങൾ അറിയണം. എന്താ അത് പിന്നെ ഇനി കുറച്ച് പാക്ക് ചെയ്യണം വേണ്ടേ? പാക്ക് ചെയ്യാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറെ കവറിൽ അമ്മ എന്താ ഇവിടെ ചെയ്യണ്ടായിരുന്നല്ലോ? എന്താ അമ്മ അത്? അമ്മ എന്താ കറുത്തുങ്കായേ? കുങ്കൻ കുങ്കൻ പല്ല് വേദനിച്ചിട്ടോ? എത്ര വട്ടം പല്ല് വീഴുന്ന? അത് എന്താ കുഞ്ഞുണ്ണിയുടെ എന്താ പല്ലിന് കേട്? നല്ല പല്ലിന് കേട് തന്നെയല്ലേ? അപ്പോൾ ഇതില്ലേ വെള്ളം ഭയങ്കര തലവേദന കേട്ടോ. എന്താ തലവേദന വെച്ചിട്ടാ ഒരിടത്ത് എങ്ങനെ പറയാ കിടക്കാൻ തോന്നുന്നുണ്ട്. മുളകൊന്നുമില്ലേ? അത് കുട്ടികൾക്കുള്ളതാണേ. എന്താ ഞങ്ങൾക്ക് ചോറിന് ഇന്നെന്താ ഞങ്ങൾക്ക് കറിയെന്ന് അറിയോ? മുളക് വറുത്ത പുളി, മത്തി വറുത്തത്. എനിക്ക് മത്തി വറുത്ത് വേണ്ട, എനിക്ക് കോഴിമുട്ട പൊരിച്ച് മതി. പച്ചക്കറി ചന്തയിൽ നിന്ന് ഒരു ബിഷോപ്പർ പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നാളെയും മറ്റന്നാളൊക്കെ ഇനി അതന്നെ. ഇന്ന് ഞങ്ങൾ അട്ടപ്പാടി പോയിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അട്ടപ്പാടി പോയി അവിടെ വന്നു. രാവിലെ പോകുകൊണ്ട് എന്തോ ഒരു കോടയാണ് പറഞ്ഞാൽ അതാ അവിടെ മഞ്ഞപ്പൊടി ഇതവിടെ കൂട്ടാൻ. അതിന് മുളകുറത്ത പുളി മതി. കിട്ടിയോ? വന്നോ? ഏതാ അത്? അയാളെന്താ പറയുന്നത്? എന്തേനോ? ഇത് നല്ല സാരി, പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന സാരി കണ്ട. ഫാൻസി സാരി വേണം പറഞ്ഞില്ലേ? ഇതാട്ടോ ഫാൻസി സാരി. ഉടുത്താൽ ഒതുങ്ങി കിടക്കും. ഞാനൊക്കെ അല്ലേ സാരി ഉടുക്കുമ്പോൾ ഇങ്ങനെ ചില സാരികൾ നമുക്കിങ്ങനെ അല്ലേ പൊന്തി നിൽക്കില്ലേ? അപ്പോൾ നമുക്ക് നല്ല തടി തോന്നില്ലേ? ഇത് ഉടുത്ത് കഴിഞ്ഞ് വെച്ചാൽ ഒതുങ്ങി പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്നൊരു സാരിയാണ് കേട്ടോ. ഇത് ഫുള്ളും ഈ ഒരു വർക്ക് തന്നെയാണ് വരുന്നത്. കണ്ടില്ലേ? ഈ ഒരു വർക്കാണ് കേട്ടോ വരുന്നത്. അറിയില്ല. ഇതിൻ്റെ ബ്ലൗസും ഇതേപോലെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതാണ്ടോ? ഇപ്പം കാണുന്നുണ്ട് കേട്ടാ. അങ്ങനെ കാണേണ്ട വെച്ച് കഴിഞ്ഞപ്പോൾ കാര്യമായിട്ട് മനസ്സിലാവില്ല ഫോണിൽ കൂടെ നോക്കുമ്പോൾ. ഇതെന്ത് കളറാമോ? പീച്ച് കളർ കേട്ടോ. അപ്പോഴേ എല്ലാവരും ചോദിച്ചിരുന്ന ഒരു സെറ്റ് മുണ്ടാണ് ഇത്. നൂർത്തി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതാണ് കേട്ടോ. ഈ വാടാമല്ലിയുടെ ബ്ലൗസ് പിന്നെ ഇതില്ലേ അമ്മമാർക്കും നമുക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സെറ്റ് മുണ്ടാണ് കേട്ടോ. കോട്ടൻ്റെ ഇത് മുണ്ടും ഇത് ഷോളുമാണ് കേട്ടോ. ഈ കളറില്ലേ വാടാമല്ലി കളറ്. ഇത് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ചേച്ചി ഇതെന്താ ചേച്ചി വീഡിയോയിൽ കാണിച്ചില്ല എന്ന് ചോദിച്ചിരുന്നു. ഓരോന്നോരോന്ന് നമ്മൾ കാണിച്ച്. ഇതിൻ്റെ എന്നെ കണ്ടോ ഒരു വേറെ ബ്രൗൺ കളർ കണ്ടോ? വിത്ത് ബ്ലൗസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളില്ലേ ഡെലിവറി അങ്ങനെ വെച്ചാൽ ഇതിൽ നമ്മൾ ഡെലിവറി ചാർജ് ഇല്ല. പിന്നെ നമ്മൾ വന്നില്ലേ വാങ്ങിയവരൊക്കെ എല്ലാവരും നമുക്ക് മെസ്സേജ് ഇട്ടപ്പോൾ നല്ല തുണിയാണ്, നല്ല സെലക്ഷനാണെന്ന് പറഞ്ഞു. നമ്മുടെ ഫോണിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയുണ്ട് നേരിട്ട് കാണാനെന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ ഫോണിൽ എത്രത്തോളം മറ്റേ കളറൊക്കെ പച്ച ഒന്നുണ്ട് അവിടെ. അപ്പോൾ വാങ്ങിയവരൊക്കെ പറഞ്ഞു നല്ല അവരുടെ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് ഞാനില്ലേ ഈ വീഡിയോയിൽ
ഇടാട്ടോ അല്ലേട്ടാ. അപ്പോൾ നമുക്കും സന്തോഷമല്ലേ, നമുക്കിങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അതേപോലെ പിന്നെ ഇന്നലെ ഒരു പരാതി പറഞ്ഞു കേട്ടോ, എന്താ ചേച്ചിമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്ക് എന്താ നിങ്ങൾ മുണ്ടൊന്നും കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചിട്ട് പരാതി പറഞ്ഞിരുന്നു. മുണ്ട് ഷർട്ട് നമ്മൾ റെഡിമെയ്ഡ് എടുത്തു കഴിഞ്ഞു വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ സൈസ് അല്ലേ വരിക. അപ്പം അത് കാരണമാണ് കേട്ടോ നമ്മൾ മുണ്ടിന് എന്താ പ്രശ്നം പറഞ്ഞാൽ ഷർട്ടിന്റെ കളറിലാണ് മുണ്ടിന്റെ കര വരുന്നത്. ഇപ്പോൾ ഷർട്ട് കൊണ്ടുവന്നാലേ അതിന് ചേർന്ന് മുണ്ട് കൊണ്ടുവരണം. ഷർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈസ് അല്ലേ, നമ്മൾ ഉദ്ദേശിച്ച സൈസ് കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ ഒക്കെ ഫ്രീ സൈസാണ് എല്ലാം ചെയ്യുന്നത്. മറ്റേ ഒരു സൈസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സൈസിന് അതിൻ്റെ കൂടെ എല്ലാ സൈസും വരുമല്ലോ. ലാർജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എല്ലാ എക്സലും ഡബിൾ എക്സലും അങ്ങനെയൊക്കെ വരുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആകെ വേണ്ടത് ഒരു എക്സലാണ് പറഞ്ഞാൽ ബാക്കിയുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, അതാണ് ഒരളവിനുള്ളത് കൊണ്ടുവന്നു. അതാണ് പ്രശ്നം. നമ്മൾക്ക് റെഡിമെയ്ഡ് എടുക്കാത്തത് അതുകൊണ്ടാണ്. കുഴപ്പമില്ല, മുണ്ട് കസവ് മുണ്ടൊക്കെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കളർ മുണ്ടൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അത് ഓണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വിറ്റ് പോകണ്ടേ, നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിറ്റ് പോകണ്ടേ. സ്റ്റോപ്പാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്കിപ്പോൾ അതല്ല, നമുക്ക് ഒരുപാട് സ്റ്റോക്ക് കയറി എന്നാൽ തീരുമാനമായി നമ്മുടെ കച്ചവടത്തിൽ. അപ്പോൾ പിന്നെ ഇതിൽ മാത്രം വേറൊരു കാര്യം കൂടി തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ. വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നമ്മൾ ശനിയാഴ്ച ഓർഡർ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ അധികം തിങ്കളാഴ്ച ദിവസം കിട്ടാറുണ്ട് കേട്ടോ. രണ്ടാം ശനിയാഴ്ചയാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കൊടുത്തത്. അപ്പം അത് ചിലപ്പോൾ ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ തിങ്കളാഴ്ചയാണ് പോകണമെന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്താൽ തിങ്കളാഴ്ച കിട്ടുന്നു. ശനിയാഴ്ച ഓർഡർ ചെയ്താലല്ല, നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ ചില ആൾക്കാർ അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ശനിയാഴ്ച ഓർഡർ ചെയ്തവർ കുറച്ച് 2-3-4 പേരുണ്ട് പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ നമുക്ക് അന്ന് പാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ചയാണ് നമ്മൾ പാക്ക് ചെയ്യുള്ളൂ, ഞായറാഴ്ച നമുക്കില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് വെച്ചാൽ ചിലപ്പോൾ ബുധനാഴ്ച വ്യാഴാഴ്ച നിങ്ങൾ കാക്കണം. നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയോ, നമുക്ക് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ പോസ്റ്റ് ഓഫീസ്. അവിടെ പോയിട്ട് വേണം, ഇവിടെ പോസ്റ്റ് ഓഫീസ് കോണിക്കൈ ഇല്ലാണ്ടല്ല കേട്ടോ, പക്ഷേ മെയിൻ കാര്യങ്ങൾ ഇത് ചെയ്യുന്നത് നമ്മുടെ കല്ലടിക്കോടാണ്. അപ്പോൾ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ആയി പോയാൽ നമുക്കും ഒരു ശരിയാവുള്ളൂ. ഇപ്പോൾ ഇവരെ പണിക്ക് പോവുകയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു 150 രൂപയോളം നമുക്ക് വണ്ടിക്കൂലി വരും കേട്ടോ. തിരിച്ച് അവിടെ പോയി അവിടെ നിന്ന് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ വേറെ അവർ നിന്നിട്ടില്ലെങ്കിൽ 300 രൂപ നമുക്കിത് വരും. അതും കൊണ്ട് ചില കൂട്ടുകാരില്ലേ ശനിയാഴ്ച പൈസ അയച്ചിട്ട് തിങ്കളാഴ്ച ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല, എന്താണ് കിട്ടാത്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ആയിരിക്കും ചിലപ്പോൾ അയച്ചിട്ടുണ്ടാവുക. അപ്പോൾ ബുധനാഴ്ച വ്യാഴാഴ്ച ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും അല്ലേ. നമ്മൾ എന്തായാലും ഒരു 3-4 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് കിട്ടുക. പിന്നെ എന്താ സെറ്റ്, ഇപ്പോൾ സെറ്റ് സാരി നമ്മുടെ എന്താ കണ്ടില്ലേ, എന്താ ശംഖുപുഷ്പത്തിന്റെ വെള്ളിയാഴ്ച അയച്ച സാധനമാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഒരു ചേച്ചിക്ക് തന്നെ ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഒരു ചേച്ചിക്ക് തന്നെ ഒരു ഇതുണ്ടായിട്ടോ, എന്താ നമ്മൾ ഇന്ന് അയച്ചതാ, ബുധനാഴ്ച അയച്ചത്, ആ ചേച്ചിക്ക് ശനിയാഴ്ച കിട്ടിയിരിക്കണു, ബുധനാഴ്ച അയച്ചത്. പക്ഷെ അവര് 5 സാരി ഓർഡർ ചെയ്തിരുന്നു, 1-2 5 സാരി 5 പാക്കായിട്ടാണ് ഓർഡർ ചെയ്തത്. ആ ചേച്ചിക്ക് ഒരു സാരി കിട്ടി, ബാക്കിയുള്ള സാരികൾ ആ ചേച്ചിക്ക് കിട്ടിയില്ല. നമ്മളോട് വിളിച്ചിട്ട് പറഞ്ഞു, ചിലവരങ്ങനെ ചെയ്യാറുണ്ടല്ലോ, നമ്മളോട് വിളിച്ച് പറഞ്ഞപ്പോൾ നമുക്കും പേടിയായി, നമ്മളും തുടക്കമാണല്ലോ. നമ്മൾ വിചാരിച്ചു ഭഗവാനെ ഈ സാരി എവിടേക്കാണ് പോയത്, ഒന്ന് കിട്ടിയിട്ട് എവിടേക്കാണ് പോയി. പക്ഷെ ആ ചേച്ചി ഒരു ഉച്ചയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു പ്രസി എല്ലാം കിട്ടിയിട്ടോ, എന്താ നല്ല സാരിയാണ്. അത് ഞാൻ കമന്റ് പിൻ ചെയ്യാട്ടോ. കാരണം എന്താ പറഞ്ഞാല് മെസ്സേജ് ഇട്ടിട്ടുണ്ട് എനിക്ക്. കമന്റ് അല്ല, വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിൻ ചെയ്യാൻ പറ്റില്ല, കേൾപ്പിച്ചു തരാട്ടോ. അതേപോലെ തന്നെ ചെന്നൈക്ക് നമ്മൾ അയച്ചത്, ശനിയാഴ്ച നമ്മൾ ചെന്നൈക്ക് അയച്ചതാണ് തുണി. ആ തുണി ഇന്ന് കിട്ടി പറഞ്ഞിട്ട് ദിവ്യ ചേച്ചി മെസ്സേജ് ഇട്ടത് കണ്ടില്ലേ, കിട്ടിട്ടോ പ്രസീന്ന് പിന്നെ നന്നായിട്ടുണ്ട്, നല്ല മെറ്റീരിയൽ. ഇപ്പൊ ഇന്ന് നമ്മൾ എവിടേക്കാ നേവിക്ക് പൂനെക്ക് അയച്ചു കൊടുത്തത്. ആ ചേച്ചി എന്താ വീഡിയോയിൽ കണ്ടൊരു കളറും ആ ചേച്ചി എടുത്തപ്പോൾ വേറൊരു കളറും, അപ്പൊ തന്നെ കിട്ടിയതെന്ന് പറഞ്ഞു. പ്രസി എന്താ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. സതിയുടെ പറഞ്ഞില്ലേ അവർ വെച്ചിട്ട് കിട്ടിയ ആ ഒരു ഇതിൽ സന്തോഷത്തിൽ നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. ഒരു ദിവസമോ 2 ദിവസം നിങ്ങൾക്ക് മാറി പറഞ്ഞാലും നിങ്ങൾക്ക് ആ സമയം ഓണാവുമ്പോഴേക്കും നമ്മുടെ കുഞ്ചൂസ് ഫാഷനൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തും കേട്ടോ. ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് പുതിയ വീട്ടിലുള്ള ഓണം, പിന്നെ നമ്മുടെ കുഞ്ചൂസ് ഫാഷൻ ഇങ്ങനത്തെ കുറേ ഡ്രസ്സുകൾ, കുറേ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, വർക്കിംഗ് ഡേയ്സ് 5 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ 4 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഡെലിവറി. അപ്പം അത് പക്ഷെ ഒട്ടുമിക്കത് 3 ദിവസത്തിനുള്ളിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ആ 3 വർക്കിംഗ് ഡേയ്സ് ആണ്, അല്ലാണ്ട് ശനി ഞായറും വരുന്നത് ചിലപ്പോൾ കണക്കൂട്ടാൻ പറ്റില്ല.
നമുക്കറിയില്ല. പിന്നെ അപ്പോൾ ഇത് ശനി ഞായർ അല്ലാത്ത വർക്കിംഗ് ഡേയ്സിലാണ് അവർ പറയുന്നത്. 3-4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ, മാക്സിമം 5 വർക്കിംഗ് ഡേയ്സ്, അതിനപ്പുറം പോവില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 5 വർക്കിംഗ് ഡേയ്സ് നമുക്ക് ഒരാൾക്ക് കൊടുത്തിട്ട് 5 ദിവസം വന്നില്ല, അതിന് 3 ദിവസമോ 4 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും സാധനം കിട്ടി. പിന്നെ ഇത് മാത്രം, നമ്മൾ ഇത് തുടങ്ങണ സമയത്ത് നമുക്ക് ഈ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഇതിനൊരു അപേക്ഷ കൊടുക്കാനുണ്ട് അത്രേ. ഇത് കൊടുക്കണം എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ, അറിയാത്തൊരു കാര്യങ്ങളാണ്. നമ്മൾ കൊറിയർ ചെയ്യുക, അപ്പോൾ കൊറിയർ ചാർജ് ഇങ്ങനെ അതൊന്നും ഇപ്പോൾ സത്യം പറയാ വെച്ചാൽ കൊറിയർ ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കതിന് നമ്മൾ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് അവർ നമ്മളെ വിളിക്കുന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇപ്പോഴൊക്കെ അറിയാലോ, നമ്മളൊരു ഇതിലൊരു വലിയ ലാഭം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ചൂസ് ഫാഷൻ നിങ്ങളുടെ മുമ്പിലെത്തുക അല്ലേ, എല്ലാവരുടെയും മുമ്പിലെത്തുക, എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള തുണിയാണെന്ന് അറിയുമ്പോൾ സർവീസ് എങ്ങനെയുണ്ടെന്നുള്ള എല്ലാവരും അറിയിക്കുക എന്നുള്ളത് മാത്രം. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ തുണീനെ പറ്റി പൊന്തിച്ച് പറയുമെന്നല്ല കേട്ടോ, നമ്മളെ വലിയ തുണി എടുക്കുന്ന അവര് പറഞ്ഞതാണ്. എല്ലാവരും പറഞ്ഞു നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ്, നല്ല തുണിയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം നിന്ന് പോവില്ലല്ലോ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ തൃപ്തി. കാരണം എന്തൊരു കാര്യത്തിനും നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിനുള്ള നല്ല കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ ഒരു ഇപ്പോൾ വേറെ ചേച്ചിമാരാണോ വെച്ചാലും ഒരു ഓർഡർ എടുത്തവർ പിന്നെയും നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ അല്ലേ. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. കാരണം ഒന്ന് വാങ്ങിക്കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങണോ, പിന്നെയും പ്രസി ഇഷ്ടം വാങ്ങ്, ആ കളർ കൊണ്ടുപോയി. ഇപ്രാവശ്യം കൊണ്ടുവന്നത് ക്വാളിറ്റി, മെയിനായിട്ട് ക്വാളിറ്റി നോക്കിയിട്ടാണ് കൊണ്ടുവന്നത്. പ്രസീത, ചെന്നൈയില് എനിക്ക് കിട്ടിയിട്ടോ പാർസല്. കുഞ്ചൂസ് ഫാഷന്റെ പുളിയിലക്കര സെറ്റ് മുണ്ട് കിട്ടി. നല്ല ഭംഗിയുണ്ട്, നല്ല തുണിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇത്തവണ ഓണം കുഞ്ചൂസ് ഫാഷന്റെ കൂടെ തന്നെയാണ് കേട്ടോ. ഇതേപോലെ തന്നെ സിന്ധു ചേച്ചി, അതേപോലെ തന്നെ ഇതേപോലെ സെയിം ആയിട്ടാണ് കേട്ടോ സിന്ധു ചേച്ചി, മീനാക്ഷി പറഞ്ഞ ചേച്ചിയൊക്കെ നമുക്ക് മെസ്സേജ് ഇട്ടത്. സിന്ധു ചേച്ചി സാരി എടുത്തിരുന്നു, സാരി എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ വോയിസ് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ന് മാലകൾ വാങ്ങിയിരുന്നു കേട്ടോ, അപ്പോൾ അതിന് മെസ്സേജ് ഇട്ടിരുന്നു. പ്രസി നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്, സിമ്പിളായിട്ട്. അത് സോറി കേട്ടോ, ഇനി നിങ്ങൾക്ക് കേൾക്കണ്ടേ. കാരണം നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫസ്റ്റ് പറയാൻ നിങ്ങളോടാണ് അല്ലേ. സന്തോഷമാണോ വെച്ചാലും സങ്കടമാണോ വെച്ചാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ. മനസ്സറിഞ്ഞില്ല റിപ്ലൈ മൂന്നും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെട്ട്. നമ്മൾ വീഡിയോ കണ്ടേക്കാട്ടി ഭംഗിയുണ്ട് ഇതിൽ കാണുമ്പോൾ. ഫോണിൽ കൂടെ കാണുന്നേക്കാളുമേ നല്ല ഇതുണ്ട്. നേരിട്ട് കാണുമ്പോഴും അതിനെ കുറച്ച് കളർഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. ഫോണിലാകുമ്പോൾ നമുക്ക് അത്രയും ഒരു ഇത് കിട്ടൂലല്ലോ. ശംഖുപുഷ്പത്തിൻ്റെ ഒക്കെ ഭംഗി അത്രയും അറിയാൻ പറ്റില്ല. സൂപ്പറാണ്. പിന്നെ മോളുടെ ഓർണമെന്റ് സെലക്ഷൻ എല്ലാം സൂപ്പറാണ്. ഞാൻ മേടിക്കാത്തത്, എനിക്കത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയാലും ഇടാൻ പറ്റൂല. കാരണം ഈ അലർജിയുടെ നല്ല അലർജി പ്രശ്നമുള്ള ആളാണ്. അത് കാരണമാണ് ഞാൻ മേടിക്കാത്തേട്ടാ. എല്ലാം ഒന്നിനൊന്ന് മിച്ചം, എല്ലാം സൂപ്പറാണ്. ഓക്കെ മോളെ, അവിടെ മഴയൊക്കെ കുറഞ്ഞാ? പ്രസി, സിന്ധു ആണ് ചെന്നൈന്ന്. സാരി കിട്ടിയിട്ടോ, അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ, കുറേ പേര് ടൈപ്പ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വലിയൊരു അഭിപ്രായം എനിക്കൊരു കമൻറ്റിൽ കൂടെ വന്നത് എന്താണെന്ന് വെച്ചാൽ പ്രസി തുണി നല്ല തുണിയാണ്, നല്ല ഡിസൈനാണ്. അപ്പോൾ പ്രസിക്ക് കഴിയും, പ്രസിനെ കൊണ്ട് ശ്രമിച്ചാൽ കഴിയും. പിന്നെ ഒരു ചീത്ത പറയണ പോലെ പറഞ്ഞു, പ്രസി ഇങ്ങനെ നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് എടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല വില വ്യത്യാസം വരുന്നുണ്ട്. ഈ സാധനം തന്നെ വേറൊരിടത്ത് പോകുമ്പോൾ നല്ല വിലയിട്ട് ഞങ്ങൾ ചോദിച്ചു നോക്കിയപ്പോൾ നല്ല വിലയാണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ തുടക്കമാണ്, നമ്മൾ വിലയില്ല നോക്കുന്നത്. ഞാൻ എത്രയോ നമ്മൾ ഓരോ വീഡിയോ ഇതിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയും നമ്മൾ വിലയില്ല നോക്കുന്നത്. നമ്മൾ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ് ഇപ്പോൾ നോക്കുന്നത്, അതിൻ്റെ ഭംഗിയാണ് നോക്കുന്നത്. നമ്മൾ തുടക്കമാണ്. പിന്നെ നമ്മളിപ്പോൾ വിലയുടെ കൂടെ ലാഭത്തിൻ്റെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നമ്മൾ പിന്നെ ഇതും കൂടി പറയുന്നുണ്ട്, എന്താണെന്നറിയോ, നമുക്ക്
എന്താ ഇതിന്നൊരു വരുമാനം കിട്ടുമ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ? ആ കുറച്ച് അർഹതപ്പെട്ടവർക്ക് നമ്മളത് കൊടുക്കണം എന്ന് നമ്മുടെ മനസ്സിലുള്ള ഒരാഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ഇത് കൂടെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇത് ഒരു എങ്ങനെ പറയുക, വലിയ ലാഭമായിട്ടൊന്നുമല്ല. നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ഒരു സന്തോഷം, നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്താ കിട്ടുമ്പോൾ ഞാൻ പറയാറില്ലേ, നമുക്കൊരു വയസ്സായി നമ്മളൊരു സ്ഥലത്തേക്ക് പോകാറുണ്ട്, അവിടെ നമ്മൾ എന്തെങ്കിലും നമ്മൾ കൊടുക്കാറുണ്ട്. അതൊന്നും നമുക്ക് വീഡിയോയിൽ എടുത്തിട്ട് കാണിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരിപ്പോൾ എന്താ കുറച്ച് കൂട്ടുകാരുണ്ടാവുമല്ലോ, അപ്പം അതിൽ ആര് എങ്ങനെ പറയുക, ഒരു ഇതും തോന്നണ്ടല്ലേട്ടാ. എന്താ എങ്ങനെ പറയുക, നമ്മൾ പബ്ലിക്കായിട്ടൊന്നും ഒരാളോട് പറയുമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത് ചില പെൺകുട്ടികൾ, അത് ഞാൻ പറയട്ടെ, അവർ വിളിച്ചിട്ട് ചേച്ചി ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്കത് തരുമോ, എനിക്കത് തരുമോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും നമ്മൾ എഴുതി വെക്കാറുണ്ട് കേട്ടോ. കാരണം അവരേത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അർഹത ഉള്ളവർക്ക് നമ്മൾ എന്തായാലും കൊടുക്കും കേട്ടോ. ഓണക്കോടി കൊടുക്കും. അതിനല്ലേ നമ്മൾ ചെറിയൊരു തുടക്കമല്ലേ, ഇത് വലുതായി അതിക്ക് തന്നെയാണ് ഇത് ഇനി ഇതിന്നൊരു വലിയ രീതിയിൽ നമുക്ക് വരുമാനം അടുത്ത വർഷം ദൈവം തരികയാണ് പറഞ്ഞു വെച്ചാൽ നമ്മൾ അതിലും വലിയ രീതിയിൽ ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ എന്താ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം നമ്മൾ ഇതെടുക്കാൻ തുണി എടുക്കാൻ പോവാച്ചാലും വള മാത്രം എടുത്തിട്ടില്ല കേട്ടോ, മാലകൾ എടുക്കാൻ പോവാച്ചാലും എൻ്റെ ഒരു സങ്കല്പം ഉണ്ടാവും ഇന്ന പോലെ എന്നുള്ളത്. നമ്മൾ ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇന്നതുപോലെ ഇടണം എന്നുള്ളത്. ആ സമയത്തൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഉള്ള കാര്യം. ഇപ്പം നമ്മൾ എന്താ അത് കാണുമ്പോൾ അത് ചില ആൾക്കാരിടുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഉണ്ടാവുമല്ലോ, അയ്യോ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്, അപ്പോൾ വാങ്ങില്ല നമുക്ക് ആ ഇത് കാരണം. പക്ഷെ ഇപ്പം നമുക്കത് കാണുമ്പോൾ ഇന്നവർക്ക് ഇന്ന സാരിക്ക് ഇന്നത് രസം ഉണ്ടാവും, ഇന്നതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഐഡിയയിൽ എടുക്കുകയാണ് കേട്ടോ. എന്താ ഏട്ടനെന്നെ പറയുമ്പോൾ എന്തെങ്കിലും എടുക്കാൻ പോവാച്ചാലേ, നമ്മൾ തുണിയൊക്കെ എടുക്കാൻ പോവാച്ചാൽ നീ എടുത്തോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ കിടക്കുക അവിടെ എന്ന് പറയും. അതും കൊണ്ടല്ല, ഏട്ടനൊരു ചെക്ക്, മദ്രാസ് ചെക്ക് അല്ലേ, അങ്ങനത്തെ മൂന്നെണ്ണം എടുത്തു. പക്ഷെ ഇപ്പോൾ അത് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാരി എത്രയത്. അതിന് അവിടെയൊക്കെ നമ്മൾ എടുത്തോത്ത സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഡിമാൻഡില്ല. ഇവിടെ ആർക്കും മനസ്സിലാവാത്തതിന് ഇപ്പം ഞാൻ ഉത്തരവാദിയല്ലേ. അത് എന്താ മദ്രാസ് ചെക്ക് നല്ല രസം, കോട്ടൺ, പ്യുവർ കോട്ടൻ്റെ 3 കളർ സാരികളുണ്ട് കേട്ടോ. 3 കളറായിട്ട് അതെടുത്തിട്ട് അത് ആരും വാങ്ങിയില്ല. കാണിച്ചു കൊടുക്കുമ്പോഴും അത്ര എന്താ. പക്ഷെ അത് നേരിട്ട് നമ്മൾ ഈ ഫോണിൽ വീഡിയോ ചെയ്യുന്നതും ക്യാമറയിൽ വീഡിയോ ചെയ്യുന്നതും രണ്ട് തരമായിട്ട് തോന്നും കേട്ടോ. ഫോണിലാവുമ്പോൾ ചില കളറുകൾ എന്താണെന്ന് വെച്ചാൽ അത്രയും ഇതാവൂല്ലേ ഏട്ടാ, ശരിക്കും കിട്ടില്ല. ഒന്നാമതിപ്പോൾ ടേബിൾ ഇട്ടെടുക്കുമ്പോഴാണ് കുറച്ചെങ്കിലും കിട്ടുന്നത്. നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചാലൊന്നും അത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കിട്ടില്ല. ഞാനതിലിപ്പോൾ നേരത്തെ സാരി കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ അതാണ് ഇതാണ് പറഞ്ഞാലൊന്നും കിട്ടില്ല. അത് ടേബിൾ നന്നായിട്ട് വിരിച്ച് അതിലിങ്ങനെ കാണിക്കുമ്പോൾ കുറച്ചെങ്കിലും മനസ്സിലാവുന്നുണ്ട്. ഫോണാണ്, അതിന് പരിധികളൊക്കെ ഉണ്ട്, അതിനുള്ളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഒന്നും നമ്മളിപ്പോൾ ഫോണിൻ്റെ കാര്യങ്ങളല്ല, നമ്മളിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ക്വാളിറ്റി ഒക്കെ കുറച്ച് കുറഞ്ഞാലും നമ്മൾ മെറ്റീരിയൽ ക്വാളിറ്റിക്ക് ഒരു കുറവ് വരുന്നില്ല. പിന്നെ നിങ്ങൾ കുപ്പിവള ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ എൻ്റെ മനസ്സിൽ പിന്നെ ഒരാശയമാണ് കേട്ടോ ഇത്, കുപ്പിവള. കാരണം എൻ്റെ കയ്യിലുള്ള കുപ്പിവള കണ്ടിട്ട് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്, പ്രസി കുപ്പിവള എവിടെ നിന്ന് എടുക്കണത്, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന്. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നല്ല സാരിയൊക്കെ പട്ട് സാരി പോലത്തെ സാരിയൊക്കെ എടുക്കുമ്പോൾ അതിൽ കുപ്പിവളകൾ, ആ സാരിക്ക് അനുസരിച്ച് കുപ്പിവളകളും കൂടി നല്ല പാക്ക് ചെയ്തിട്ട് അതിൽ വെക്കണം എന്നുള്ളത് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അതിൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങളൊന്ന് പറയൂലേ. ഞങ്ങളിവിടെ കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അച്ചുട്ടി ഇവിടെ അങ്ങോട്ട് പോയതാണ് പഠിക്കാൻ. പഠിത്തം കഴിച്ചു കഴിഞ്ഞോ? സ്കൂൾ വിട്ടു. ഞങ്ങളിന്ന് രാവിലെ 8 മണിക്ക് പോയിട്ട് വൈകുന്നേരം 5:30 ആയിട്ടോ വീടെത്തി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടേ ഭയങ്കര പോവാണ്. പിന്നെ എൻ്റെ മനസ്സിൽ ഇനി ഒരാശയം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ ഇപ്പോഴും നമ്മൾ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഡ്രസ്സ് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളൂ, അല്ലാതെ ഒരുപാട് വില കൂടിയ ഡ്രസ്സുകൾ നമ്മൾ എടുത്തിട്ടില്ല. സാധാരണക്കാർ ചില അമ്മമാർ അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ ചോദിക്കാറുണ്ട്, പ്രസി എന്താ ഒരു 600 രൂപയുടെ ഉള്ളിൽ 700 രൂപയുടെ ഒക്കെ ഉള്ളിലുള്ള സാരികൾ, ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന സാരികൾ കിട്ടുമോ എന്നുള്ളത്. അതിനുള്ള തേടലിലാണ് ഞങ്ങൾ. പക്ഷെ സത്യം പറയാ പോകുമ്പോഴൊക്കെ നല്ല നല്ല റേറ്റുകൾ പറയുമ്പോൾ നമുക്കില്ലേ, റേറ്റ് കുറഞ്ഞ സാരിക്ക് ക്വാളിറ്റി കിട്ടില്ല. റേറ്റ് കുറഞ്ഞ എന്തിനും 10 രൂപ നമ്മൾ കൂട്ടി കൊടുത്ത് വാങ്ങണതിനാണ് എന്നും മുന്നോട്ട് നിൽക്കുള്ളൂ കേട്ടോ. അല്ലാതെ കുറവ് വാങ്ങണത്
അത്രയും ഒരു 4 തിരുമ്പൽ നമ്മൾ കഴിയുമ്പോഴേക്കും എടുക്കുന്നതൊന്നും ഷോപ്പുകളിൽ നിന്നല്ല, നമ്മളൊക്കെ മാനുഫാക്ചറിൽ പോയിട്ട് അവരിപ്പോൾ നേരിട്ട് കണ്ടിട്ട് എടുക്കുന്നത്. അവർക്ക് തരാൻ പറ്റുന്നൊരു വിലയുണ്ടല്ലോ, ആ വില നമ്മളീ പറഞ്ഞ റേറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ അവർ തരുമ്പോൾ തന്നെ അതിന് ക്വാളിറ്റി, നമ്മൾ ഉദ്ദേശിച്ചൊരു ക്വാളിറ്റി കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു പോക്ക് വെറുതെ. അപ്പോൾ ഞാനില്ലേ വിശേഷം നിർത്തുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യണതിനും സ്നേഹിക്കണതിനൊക്കെ. ഇന്നെന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് ഒന്നും കാണിക്കാത്തത് തലവേദനിച്ചിട്ട് വയ്യ. പിന്നെ അമ്മ ഇന്നലെ തന്നെ മുളക് വറുത്തുപുളി മീൻ വറുത്തതും ഉണ്ട്, കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതും ചെയ്തു കേട്ടോ. അത് മതി, ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ. ഇന്ന് നമ്മളില്ലേ അമ്മ ചോദിച്ചു മത്തൻ്റെ ഇല തളിക്കണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മത്തൻ്റെ ഇല അമ്മയ്ക്കും വയ്യാത്തല്ലേ, വേണ്ട അമ്മ മത്തൻ്റെ ഇലയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇന്നിങ്ങനെ പോട്ടെ. ഇപ്പോഴേ ഞങ്ങൾ കഴിക്കാൻ ചോറൊക്കെ അവിടെയാണ് കേട്ടോ. ഞങ്ങൾ നാളെ കാണാം കേട്ടോ.